ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് എക്സാമ്പിൾ 11. ഇതിനകത്ത് നമുക്ക് എ പി തന്നിട്ടുണ്ട് 8, 3, -2 എക്സെട്ര. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ സം ഓഫ് ഫസ്റ്റ് 22 നമ്പേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നമ്മളുടെ കിട്ടിയിരിക്കുന്ന എ പി വെച്ചിട്ടുള്ള ഡേറ്റാസ് എഴുതാം. എ എന്താണ്? 8. ബി എന്താണ്? 3 - 8 which is equal to -5. ഇനി n ഇവിടെ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 22 നമ്പേഴ്സ്. സോ n ഈക്വൽ ടു 22. അപ്പം ഈ ഡേറ്റാസ് നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ ഫോർമുല എന്താണ്? Sn ഈക്വൽ ടു n/2 മൾട്ടിപ്ലൈഡ് ബൈ 2a പ്ലസ് n-1 ഇൻറ്റു d. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട S22 ആണ്. ഈക്വൽ ടു n എന്ന് പറയുന്നത് 22 ഡിവൈഡഡ് ബൈ 2 multiplied by 2 into 8 plus 22 minus 1 into -5 which is equal to ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 11 കിട്ടും. 11 into 2 into 8 16 plus 22 minus 1 21 into -5 which is equal to 11 into 16 plus 21 into 5 എന്ന് പറയുമ്പം 5 10 105 -105 which is equal to 11 into -105 ന് നമ്മൾ 16 കുറയ്ക്കണം. 5 100 ആകും. 110 കുറയ്ക്കുമ്പോൾ 90 ആവും. 1 കൂടെ കുറച്ചാൽ 89. So this is 89 multiplied by 11 9 8 9 8 9 8 8 16. So this would become 17. This is 9. So we get -979. So we just have to confirm whether it's right or not. Yes. So the answer is -979. അതാണ് നമ്മുടെ സം. ഇത് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് എക്സാമ്പിൾ ഈസി ആണ്. നമ്മൾ ഡയറക്റ്റ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത നമ്മളുടെ എക്സാമ്പിൾ 12 ചെയ്യാം. എക്സാമ്പിൾ 12-നകത്ത് ഇവരെ കുറച്ച് ട്രിക്കി ആക്കാൻ തുടങ്ങി. എക്സാമ്പിൾ 12-നകത്ത് ഇവര് നമുക്ക് സം തന്നിട്ടുണ്ട്. ഫസ്റ്റ് 14 ടേംസിന്റെ സം തന്നിട്ടുണ്ട്. S14 1050. പിന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് A which is equal to 10. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A20 കണ്ടുപിടിക്കണം. A20 കണ്ടുപിടിക്കാൻ നമുക്ക് nth ടേമിന്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇതിനകത്ത് ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് D ഇല്ലാതെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം D കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എടുത്താൽ നിൽക്കുന്നത്. അപ്പോൾ ഈ S14ന്റെ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? 14 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു 10 2a അല്ലേ 2 ഇൻറ്റു 10 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 13 ഇൻറ്റു D. ഈ S14ന്റെ വാല്യൂ എന്താ? 1050 ഈക്വൽ ടു 14 ഡിവൈഡ് ബൈ 2 7 ഇൻറ്റു 20 പ്ലസ് 13D. ദിസ് ഇസ് ഈക്വൽ ടു 140 പ്ലസ് 13 ഇൻറ്റു 7 എന്ന് പറയുമ്പം 21 ആൻഡ് ദിസ് ഇസ് 91D. സോ നമുക്കിതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. 1050 മൈനസ് 140 ഈക്വൽ ടു 91D. So 1050 minus 140 019. So we get 910 equal to 91D. Therefore D equal to 910 divided by 91. നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. സോ ഡിന്റെ വാല്യൂ എന്തായി? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് A20 കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്ത പോലെ A20 ഈക്വൽ ടു nth ടേമിന്റെ ഫോർമുല എന്താ? A പ്ലസ് n-1 ഇൻറ്റു D which is equal to A എന്ന് പറയുന്നത് 10 plus 20 minus 1 19 into 10 plus 190 which is equal to 200. So നമ്മളുടെ 20th ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് നിന്ന് 200. സോ ഇതും കുഴപ്പമില്ലാത്തൊരു കുറച്ച് ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയായിരുന്നു. നമുക്കിനി തേർഡ് വണ്ണിലോട്ട് പോവാം. തേർഡ് വൺ എക്സാമ്പിൾ 13-നകത്ത് നമുക്ക് AP തന്നിട്ടുണ്ട് 24 21 18. നമുക്ക് ഇനി ഇവർ ചോദിക്കുക
എത്ര ടേംസ് ഈ എ പിക്കകത്ത് എത്ര ടേംസ് ആഡ് ചെയ്താലാണ് നമുക്ക് സം 78 എന്ന് കിട്ടുന്നത്. സോ ബേസിക്കലി എത്ര ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. എക്സാമ്പിൾ 13. സോ ഈ എ പിക്കകത്ത് ഫസ്റ്റ് ടേം എത്രയാ? എ ഈക്വൽ ടു 24. ഇനി അടുത്ത ഈ എ പിക്കകത്ത് ഡി എത്രയാ? 21 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു -3. ഇനി എ പിക്കകത്ത് ഇവർ തന്നിരിക്കുന്ന സം എസ് എൻ എത്രയാണ്? 78. സോ ദയർഫോർ നമുക്ക് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് എൻ ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനെ നമുക്ക് 78 ഈക്വൽ ടു എൻ ബൈ 2 അങ്ങനെ തന്നെ ഇടാം, കാരണം എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 ഇൻറ്റു 24 48 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു -3. ഇനി ഈ ഫോമുല നമുക്ക് n കണ്ടുപിടിച്ചാൽ മതി. ഈ 78ൻ്റെ കൂടെ 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാറില്ല, മൾട്ടിപ്ലിക്കേഷൻ നടക്കും. സോ 78 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16 14 15 156 ഈക്വൽ ടു n ഇൻറ്റു 48. -3യും n കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. -3യും -1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +3 എന്ന് കിട്ടും. Which is equal to n into 48 plus 3 51. 51 minus 3n equal to 156. ഇനി നമുക്ക് ഇതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 156 equal to 51n minus 3n square. ഇനി ഇതിപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് സോൾവ് ചെയ്യാം. ഇതിനെയും ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ദിസ് ബിക്കംസ് 3n square minus 51n plus 156 equal to 0. അപ്പം ഇതിനകത്ത് നോക്കിയാൽ കാണാം എല്ലാ നമ്പേഴ്സും എല്ലാ കോഎഫിഷ്യൻറ്റും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഞാൻ ഡിവൈഡഡ് ബൈ 3 ചെയ്യും. അപ്പം ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? n സ്ക്വയർ മൈനസ് 51നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പം 17n പ്ലസ് ഇത് 52 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ഫോമുല യൂസ് ചെയ്യാം. n ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് -17 plus or minus root of b square minus 4ac divided by 2. b square minus 4ac എന്ന് പറയുമ്പോൾ b square 17 into 17 49 11 7 1 9 8 2 289. So b square minus 4 into a into c. അപ്പോൾ 52 into 4 ചെയ്താൽ മതി. 8 ഇത് 20. സോ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എങ്ങനെ എഴുതാൻ പറ്റും? 289 മൈനസ് 4 ഇൻറ്റു a1 c52. അപ്പോൾ ഇത് മൈനസ് 208 എന്ന് കിട്ടും. ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ഇത് 81. സോ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 81. അതെ 81. സോ നമുക്ക് ഇതിനകത്ത് റൂട്ട് ഓഫ് 81 എന്ന് എഴുതാം. ഇനി therefore n equal to 17. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. 17 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 81 എന്ന് പറയുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 2. സോ 17 പ്ലസ് 9 എന്ന് പറയുമ്പം 26 ഡിവൈഡഡ് ബൈ 2 വരത്തില്ലേ? 17 പ്ലസ് 9 വരുമ്പോൾ. ഓർ ഇനി 17 മൈനസ് 9 എന്ന് പറയുമ്പം 17 മൈനസ് 9 8 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു 13 ഓർ 4 എന്ന് കിട്ടും. രണ്ടും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഈ രണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷനും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ ഈ എക്സാമ്പിൾ 13ൻ്റെ ആൻസർ രണ്ട് സൊല്യൂഷൻ വരാൻ പറ്റും. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ്. സോ എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് 78 സം കിട്ടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 13 ടേംസ് ആഡ് ചെയ്യണം,
അല്ലെങ്കിൽ ഫസ്റ്റ് 4 ടേംസ് ആഡ് ചെയ്യണം. രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 78 തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ലാസ്റ്റ് എക്സാമ്പിൾ അല്ല, ഈ എഴുതിയിരിക്കുന്ന സെക്ഷനകത്ത് ലാസ്റ്റ് എക്സാമ്പിൾ. ഇത് കഴിഞ്ഞിട്ട് 2 എക്സാമ്പിളും കൂടെ ഉണ്ട്. സോ നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾ 14. എക്സാമ്പിൾ 14 ഇവർ പറഞ്ഞേക്കുക, ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് പിന്നെ ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സോ ഫസ്റ്റ് പാർട്ട് ചെയ്യും. ഈ 1000 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അത് 1 തൊട്ട് 2, 3 അങ്ങനെ എവിടെ വരിക? 1000 വരിക. ഇതൊരു എ പി ആണല്ലോ. ഈ എ പിക്കകത്ത് ഫസ്റ്റ് ടേം എ ആണ് 1, ഇതിന്റെ ലാസ്റ്റ് ടേം എൽ ആണ് 1000. സോ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? n ഈക്വൽ ടു 1000 തന്നെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും സം എത്രയാ? സം ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ. നമ്മളുടെ തേർഡ് ഫോർമുല യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സോൾവ് ചെയ്യുമ്പം ഇതിൻ്റെ ഫോർമുല കറക്റ്റ് ആയിട്ട് എഴുതുമായിരിക്കും, പക്ഷെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ n/2 മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് എപ്പോഴും ഓർത്തിരിക്കണം. ഇത് 1000/2 500 ഇൻറ്റു 1001. സോ നമുക്കിത് 500520. ഇതാണ് സം ഓഫ് ഫസ്റ്റ് 1000 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്ത് നോക്കാം. The sum of first n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. 1000 വരെ അവർ n കിട്ടുന്നുള്ളൂ ജനറൽ ഫോം കിട്ടാനായിട്ട്. അപ്പോഴും നമുക്ക് എ പി എങ്ങനെ എഴുതാം? 1 to n വരെ ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ടേം 1, എൽ എന്ന് പറയുന്നത് n, ആൻഡ് വേറെ എന്താ നമുക്ക് കിട്ടണ്ടേ? എത്ര നമ്പേഴ്സ് ഉണ്ട്? n നമ്പേഴ്സ് ഉണ്ട്, n ടേംസ് ഉണ്ട്. സോ സം എത്രയാ? n/2 into 1 plus n. Okay, so ഇതിനെ എനിക്ക് n into 1 plus n the whole divided by 2 എന്ന് എഴുതാൻ പറ്റും. ഇത്രയുണ്ട് നമ്മുടെ ഫോർമുല. ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണിത്. ഇത് നിങ്ങൾക്ക് ഇനി മുമ്പോട്ടാണെങ്കിൽ ഇത് ഓർത്തിരുന്നത് നല്ലതാണ്. കാരണം കുറേ ജനറൽ ആയിട്ടുള്ള കുറേ കോമ്പറ്റീഷൻസിനകത്തൊക്കെ നമുക്ക് മെയിൻലി ചോദിക്കാറുള്ളൊരു ഇക്വേഷനാണിത്. ഇതിപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ അല്ലേ കണ്ടുപിടിച്ചത്. നമുക്ക് ഇതിനകത്ത് n-ന്റെ വാല്യൂ 1000 ഇട്ടിട്ട് നോക്കാം നമ്മളുടെ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോന്ന്. അപ്പോൾ n 1000 ആവുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാവും? 1000 ഇൻറ്റു 1001 ഡിവൈഡഡ് ബൈ 2. ഇത് 500 ആകും. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? സെയിം തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മളുടെ ജനറൽ ഫോം ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് integers. So that is the end of example number 40.